Hi children, welcome to our channel Learn, Think and Grow. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Unit 3 Happiness. Happiness is a poem by Raymond Carver. Is based on the happiness that can accompany everyday life, if only it is searched for. ഹാപ്പിനെസ് എന്ന് പറയുന്ന കവിത റേമണ്ട് കാർവർ എഴുതിയതാണ്. നിത്യജീവിതത്തിൽ സന്തോഷത്തെ തിരഞ്ഞാൽ മാത്രം നമുക്കത് കണ്ടെത്താനാവുമെന്ന് പോയറ്റ് പറയുന്നു. ഹാപ്പിനെസ്. സോ ഏർലി ഇറ്റ്സ് സ്റ്റിൽ ഓൾമോസ്റ്റ് ഡാർക്ക് ഔട്ട്. ഐ ആം നിയർ ദ വിൻഡോ വിത്ത് കോഫി ആൻഡ് ദ യൂഷ്വൽ ഏർലി മോർണിംഗ് സ്റ്റഫ് ദാറ്റ് പാസസ് ഫോർ തോട്ട്. വെൻ ഐ സീ ദ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട് walking up the road to deliver the newspaper. They wear caps and sweaters, and one boy has a bag over his shoulder. They are so happy. They aren't saying anything. These boys, I think if they could, they would take each other's arm. It's early in the morning, and they are doing this thing together. They come on slowly. The sky is taking on light, though the moon still hangs pale over the water. Such beauty that for a minute, death and ambition, even love, doesn't enter into this. Happiness, it comes on unexpectedly and goes beyond, really, any early morning talk about it. Raymond Carver. The poem paints the picture of two boys who are doing a menial job, delivering newspapers, very early in the morning, when it is still dark. Two boys are out in the street to sell newspapers for earning some extra money. ആരെക്കുറിച്ചാണ് പോയറ്റ് ഈ കവിതയിൽ പറയുന്നത്? 2 ആൺകുട്ടികളെക്കുറിച്ച്. ഇരുട്ടുമാറി നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ 2 ചെറിയ ആൺകുട്ടികൾ പത്രവിതരണത്തിന് പോകുന്ന കാഴ്ചയാണ് പോയറ്റ് കാണുന്നത്. അതൊരു പതിവ് കാഴ്ച തന്നെയാണ്. ആ കാഴ്ച പോയറ്റിനെ ചിന്തയിലാഴ്ത്തുന്നു. വെൻ ഐ സീ ദ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട് വാക്കിംഗ് അപ്പ് ദ റോഡ് ടു ഡെലിവർ ദ ന്യൂസ് പേപ്പർ, ദേ വെയർ ക്യാപ്സ് ആൻഡ് സ്വെറ്റേഴ്സ്, ആൻഡ് വൺ ബോയ് ഹാസ് എ ബാഗ് ഓവർ ഹിസ് ഷോൾഡർ, ദേ ആർ സോ ഹാപ്പി. അതിരാവിലെ പത്രവിതരണത്തിനായി ഇറങ്ങി റോഡിലൂടെ നടന്നു വരുന്ന 2 ചെറിയ ആൺകുട്ടികൾ. അവർ തൊപ്പിയും സ്വെറ്ററും ഒക്കെ ധരിച്ചിട്ടുണ്ട്. നല്ല തണുപ്പുള്ള പ്രഭാതമാവാം. അതിലൊരു ബോയുടെ ഷോൾഡറിൽ ഒരു ബാഗുണ്ട്. അവർ വളരെ ഹാപ്പിയാണ് എന്ന് പറയുന്നു. They aren't saying anything. These boys, I think if they could, they would take each other's arm. It's early in the morning, and they are doing this thing together. They come on slowly. The sky is taking on light, though the moon still hangs pale over the water. Such beauty that for a minute. അതിരാവിലെ അവർ ഒന്നിച്ചാണ് ഈ ജോലി ചെയ്യുന്നത്. പതിയെയാണ് അവർ വരുന്നത്. ആകാശത്ത് വെളിച്ചം വീശി വരുന്നതേയുള്ളൂ. ചന്ദ്രൻ മറഞ്ഞിട്ടില്ല. ആ സമയത്തെ ഭംഗി ആസ്വദിക്കുകയാണ് കവി. നല്ല തണുപ്പുള്ള പ്രഭാതം. ആകാശത്ത് വെള്ളകീറി വരുന്നതേയുള്ളൂ. ചന്ദ്രൻ മറഞ്ഞിട്ടുമില്ല. അപ്പോഴാണ് ആ കുട്ടികൾ എക്സ്ട്രാ ഇൻകത്തിനായി പത്രം വിൽക്കാനായി പോകുന്നത്. ഡെത്ത് ആൻഡ് അംബീഷൻ, ഈവൻ ലവ്, ഡസൻറ്റ് എൻറ്റർ ഇൻ ടു ദിസ്. ഹാപ്പിനെസ്, ഇറ്റ് കംസ് ഓൺ അൺഎക്സ്പെക്റ്റഡ്ലി ആൻഡ് ഗോസ് ബിയോണ്ട്, റിയലി, എനി ഏർലി മോർണിംഗ് ടോക്ക് അബൌട്ട് ഇറ്റ്. എന്താണ് പറയുന്നത്? മരണമോ ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ സ്നേഹം പോലും ഇവിടേക്ക് കടന്നു വരുന്നില്ല. പിന്നെ എന്തു മാത്രമേ ഉള്ളൂ? സന്തോഷം മാത്രമാണ് അപ്രതീക്ഷിതമായി കടന്നു വരുന്നത്. The poem throws light on how labor laws are violated
and how children are forced to leave their homes to earn extra income. The writer is drinking coffee and see this pair walking down the road, describing the moment as poignant and unexpectedly happy. തൊഴിൽ നിയമങ്ങൾ എങ്ങനെ ലംഘിക്കപ്പെടുന്നുവെന്നും അധിക വരുമാനം നേടുന്നതിനായി കുട്ടികൾ വീട് വിട്ടു പോകാൻ നിർബന്ധിതരാകുന്നു എന്നുമുള്ള ഒരു ദുഃഖം കൂടെ കവി ഈ കവിതയിലൂടെ പ്രകടമാക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദീസ് ലൈൻസ്? ഈ കവിതയിലെ സ്പീക്കർ ആരാണ്? ഐ ആം നിയർ ദ വിൻഡോ. ആരാണ് വിൻഡോയുടെ അടുത്ത് കോഫിയുമായി നിന്നത്? The poet himself. The speaker of the poem is the poet himself. Pick out the expressions from the poem which tell us about the time. സമയത്തെക്കുറിച്ച് കവിതയിൽ പറയുന്ന എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? ഏതാണ്? So early, still almost dark out. The usual morning stuff. It is early in the morning. The sky is taking on light. The moon still hangs pale over. ഈ വരികളിൽ നിന്ന് സമയം രാവിലെ പ്രഭാതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. What does the poet mean by the usual morning stuff that passes for thought? The usual morning stuff, അതിലൂടെ എന്താണ് പോയറ്റ് അർത്ഥമാക്കുന്നത്? It is an everyday sight. പതിവു കാഴ്ചയാണത്. The poet might have thought about it many times. പോയറ്റ് തന്നെ ഇതിനെക്കുറിച്ച് പലതവണ ചിന്തിച്ചിട്ടുണ്ടാകാം. Why do the newspaper boys wear caps and sweaters? എന്തുകൊണ്ടാണ് ആ കുട്ടികൾ ക്യാപ്പ്, തൊപ്പിയും സ്വെറ്ററും ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നത്? എന്തായിരിക്കാം കാരണം? തണുപ്പുള്ള പ്രഭാതമായതിനാലാവാം, അല്ലേ? അതെ, the newspaper boys wore caps and sweaters because it was a cold morning. Usually, children talk about many things when they are together, but the poet says they aren't saying anything. What may be the reason? സാധാരണയായി കുട്ടികൾ ഒന്നിച്ചാവുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ കവിതയിൽ പോയിട്ട് എന്താണ് പറയുന്നത്? ആ രണ്ടു കുട്ടികളും ഒന്നിച്ചാണ് വരുന്നത്, അവരൊന്നും തന്നെ പറയുന്നില്ല എന്ന് പോയറ്റ് പറയുന്നു. എന്തായിരിക്കാം കാരണം? The boys in the poem had to work on a cold morning. The poet pities their condition. എന്തുകൊണ്ടാണ് അങ്ങനെ പോയറ്റ് പറയാൻ കാരണം? ഈ കവിതയിലുള്ള കുട്ടികൾക്ക് വളരെ തണുത്ത പ്രഭാതമായിട്ട് പോലും ജോലി ചെയ്യേണ്ടി വരുന്നു. പോയറ്റിന് ആ കുട്ടികളോട് ദയ തോന്നിയിട്ടുണ്ടാവാം. The sky is taking on light. What does this line convey? The sky is taking on light എന്ന വരിയിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? The sun rises and the moon dies. സൂര്യൻ ഉദിച്ചു വരികയും മൂൺ അസ്തമിച്ചു പോവുകയും ചെയ്യുന്നതാണ് ഈ വരിയിലൂടെ പറയുന്നത്. The poet finds a beautiful future for the boys. മനോഹരമായ ഒരു ഭാവി ആ കുട്ടികൾക്കുണ്ടാവുമെന്ന് പോയറ്റ് നോക്കിക്കാണുകയാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.